എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദാമ്പത്യ പൊരുത്തക്കേട് മാറുവാൻ എന്ത് ചെയ്യണം എന്നതാണ് ഇന്നത്തെ വിഷയം. ആദ്യമായി മനസ്സിനെ പാകപ്പെടുത്തുക, ആത്മീയതയിലേക്ക് വരിക. പിന്നെ നമ്മുടെ പങ്കാളി ഇത് എന്ന് പറയാൻ പറ്റില്ല, വിശ്വസിക്കാത്ത ആളായിരിക്കാം. എന്തായാലും എങ്ങനെ പരിഹരിക്കാം എന്ന് ചിന്തിക്കുക. സത്യവും നീതിയും ധർമ്മവും ഒന്നുമില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഒരാൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ചിന്ത വേണ്ട. എല്ലാം ശരിയാകും. മനസ്സ് ശുദ്ധമാക്കുക. ചിലപ്പോൾ ജാതക ചേർച്ചയില്ലെങ്കിൽ പ്രശ്നമുണ്ടാകാറുണ്ട്. വാസ്തുദോഷം, പിന്നെ നമ്മളെ ഭക്ഷണക്രമത്തിലും ഇതിനെ ബാധിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി വരാറുണ്ട്. കർമ്മദോഷം, ഇതെല്ലാം നെഗറ്റീവ് എനർജി വരുന്ന കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു സ്വഭാവവും നിർത്തിവെക്കുക. വീട്ടിൽ എന്താണ് ഈ നെഗറ്റീവ് എനർജി വരാനുള്ള കാരണം എന്ന് കണ്ടുപിടിക്കുക. ഈശ്വരീയ ചിന്ത വരുത്തുക. അപ്പോൾ തന്നെ നെഗറ്റീവ് എനർജി വരുന്നത് കുറയുന്നതാണ്. നല്ല മാറ്റം വരും. ഭക്തിയും ഈശ്വര ചിന്തയും എല്ലാം ശരിയാക്കും. ചിട്ടയോട് കൂടിയ ജീവിതം നയിക്കുക. ആധ്യാത്മിക ജീവിതം നയിക്കാൻ നോക്കുക. മനസ്സ് മാറും. പങ്കാളിയും ശരിയാവും. എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ഈ സമയത്ത് നമുക്ക് ഒരു കഥ ഓർമ്മ വരും. വിപ്രപത്നിമാരുടെ കഥ പറയാം. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണനും ഗോപന്മാരും ബലരാമസ്വാമികളും കൂടി വൃന്ദാവനത്തിൽ ഗോക്കളെ മേച്ച് കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കുറച്ച് സന്തോഷമായി ഇരിക്കുകയാണ് ഇവർ. കുറേ കഴിഞ്ഞപ്പോൾ ഗോപന്മാർക്ക് വിശക്കാൻ തുടങ്ങി. ഭഗവാനെ, ഞങ്ങൾക്ക് വിശക്കുന്നു, എന്ത് ചെയ്യും? ഗോപന്മാർ ചോദിച്ചു. അവരുടെ കയ്യിൽ കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഗോപന്മാർക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ടായിരിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, അടുത്ത വീട്ടിൽ യാഗം നടക്കുന്നുണ്ട്. യമുന നദീക്കരയിൽ കൃഷ്ണനും ബലരാമസ്വാമിയും എത്തിയിട്ടുണ്ട് എന്ന് അവിടെ പോയി ബ്രാഹ്മണരോട് പറയുക. അവർ ഭക്ഷണം തന്നയക്കുന്നതാണ്. ഇത് കേട്ട ഗോപന്മാർ വേഗം യാഗം നടക്കുന്ന വീട്ടിൽ പോയി. അവിടെ യാഗം നടക്കുന്നുണ്ട്, ധാരാളം ഭക്ഷണങ്ങളുണ്ട്, ഇഷ്ടംപോലെ ആളുകളെല്ലാം ഉണ്ട്. ഗോപന്മാർക്ക് സന്തോഷമായി. അവിടെ ചെന്ന് ബ്രാഹ്മണരോട് പറഞ്ഞു, യമുന നദീക്കരയിൽ ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമിയും എത്തിയിട്ടുണ്ട്. അവർക്ക് നല്ല വിശപ്പുണ്ട്, അവർക്ക് കഴിക്കാൻ ഭക്ഷണം വേണം. ഇത് കേട്ട ബ്രാഹ്മണർ കേട്ടതായി ഭാവിച്ചില്ല, ശ്രദ്ധിച്ചതുമില്ല. അവരുടെ പണിയായിട്ട് നടന്ന കുട്ടികൾ കുറേ നേരം നിന്ന്. മാത്രമല്ല, ഇവർ ശ്രദ്ധിക്കുന്നേ ഇല്ല, ഒന്നും നൽകിയതുമില്ല. ഇത് കേട്ട് കുട്ടികൾ സങ്കടത്തോടെ ഭഗവാനോട് വന്ന് പറഞ്ഞു, എന്താ ചെയ്യുക, അവർ ശ്രദ്ധിക്കുന്നോ ഇല്ല, ഒന്നും തന്നതുമില്ല, ഞങ്ങൾ പറയുന്നത് കേൾക്കണില്ല അവർ. ഭഗവാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, നിങ്ങൾ വേഗം പോയി അവരുടെ ഭാര്യമാരോട് പറയൂ. ഈ കുട്ടികൾ വേഗം പോയി അവിടെ ചെന്ന് ഈ ബ്രാഹ്മണരുടെ പത്നിമാരെ കണ്ടു. പത്നിമാരോട് പറഞ്ഞു, യമുന നദീക്കരയിൽ ബലരാമസ്വാമികളും ഭഗവാൻ ശ്രീകൃഷ്ണനും വിശന്നിരിക്കുന്നുണ്ട്, അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. ഇത് കേട്ട വിപ്രപത്നിമാർ കയ്യിൽ കിട്ടിയ എല്ലാ ഭക്ഷണവും എടുത്ത് യമുന നദീക്കരയിലേക്ക് ഓടി. എല്ലാ ഭക്ഷണം അവർക്ക് കിട്ടിയതെല്ലാം കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ഇത് കണ്ട കുട്ടികളും അവർ എല്ലാവർക്കും സന്തോഷം. പക്ഷേ ഇത് കണ്ട ബ്രാഹ്മണർ വഴി തടഞ്ഞു. ഭക്ഷണം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് പറയാനൊരു കാരണമുണ്ട്. കംസൻ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണൻ വരികയാണെങ്കിൽ ആരും ഭക്ഷണം കൊടുക്കരുത് എന്ന വിലക്ക് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രാഹ്മണർ ഭക്ഷണം കൊടുക്കാതെ തടയുന്നത്. ഇത് കൂട്ടാക്കാതെ ഭഗവാന്റെ അടുത്ത് പോയി അവർക്ക് ധാരാളം ഭക്ഷണം കൊടുത്തു. കയ്യിൽ കിട്ടിയ എല്ലാം എടുത്തു കൊണ്ടുപോയി കൊടുത്തു. കൃഷ്ണൻ നല്ല സന്തോഷമായി. എല്ലാവർക്കും നന്നായി ഭക്ഷണം കഴിച്ചു. നല്ല അനുഗ്രഹവും അവർക്ക് കിട്ടി. ഭാര്യമാർ കൊടുത്ത ഈ ഭക്ഷണം കൊണ്ട് വലിയ സംതൃപ്തിയാണ് അവർക്കുണ്ടായിരുന്നത്. ഇങ്ങനെ ഭക്ഷണം കൊടുത്തത് കൊണ്ട് വലിയൊരു ശാപം ഇല്ലാതായി. ഈ കുട്ടികൾ വിശന്നിരിക്കുകയായിരുന്നു, ബ്രാഹ്മണർ കൊടുത്തില്ല. അത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ശാപമായിരുന്നത്. എന്നാൽ ഈ പത്നിമാർ വിചാരിച്ചത് കാരണം വലിയൊരു ശാപം ഇല്ലാതായി. ഭാര്യമാർ കൊടുത്തത് കാരണമാണിത്. മാത്രമല്ല, എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്ക് കിട്ടി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാര്യമാർ വിചാരിച്ചാൽ ഭഗവാനിലൂടെ എല്ലാ പ്രതിസന്ധിയും നമുക്ക് തീർക്കാൻ പറ്റും. ആരെയും കുറ്റപ്പെടുത്താതെ ആധ്യാത്മിക മാർഗത്തിലൂടെ
ഒരു കുടുംബത്തെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് നമുക്ക് പറ്റുന്ന പോലെ ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും മാറി നല്ല കുടുംബജീവിതം നയിക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഭഗവാൻ കൃഷ്ണ അനുഗ്രഹിക്കട്ടെ.